ഇന്ന് കാലത്ത് ലേറ്റായാണ് എഴുന്നേറ്റ് കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ. കാരണം എന്ന് വെച്ചാൽ സൈഷേട്ടനൊന്നും ജോലിക്ക് പോകില്ല, ഇന്ന് ലീവാണ്. നമുക്ക് രണ്ടും ചടങ്ങ് വീടൊക്കെ ഉണ്ട് കേട്ടോ. ചടങ്ങ് വീടെന്ന് പറഞ്ഞാൽ ഒരു 2 പാലുകാച്ച് വീടുണ്ട്. അതിൽ ഒരു ടീം നമ്മളുടെ ഒരു ബന്ധുക്കാരുടെ പാലുകാച്ചാണ്. പിന്നെ രണ്ടാമത്തത് സൈഷേട്ടൻ്റെ കൺട്രാക്റ്റിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ് കേട്ടോ. അപ്പോൾ രണ്ടിന് പോകണം അത്യാവശ്യമായിട്ട്. അതുകൊണ്ട് തന്നെ സൈഷേട്ടന് ലീവ് എടുത്തു. അപ്പോൾ സെഷനാണെങ്കിൽ നിറയെ കൺട്രാക്ടർമാരുണ്ട്, പല പല കൺട്രാക്ടർമാരുടെയാണ് ജോലിക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു കൺട്രാക്ടിൻ്റെ വീടാണ് ഇന്ന് പാലുകാച്ചുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അതിനും പോകണം, പിന്നെ നമ്മുടെ ബന്ധുക്കാരുടെ ചടങ്ങിനും പോകണം. അപ്പോൾ രാവിലെ തന്നെ കൺട്രാക്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് സഹായിച്ച കൊടുത്ത് വിളമ്പിയെ കൊടുത്തിട്ട് നേരെ നമ്മുടെ ബന്ധുക്കാരെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് നേരെ വീണ്ടും കൺട്രാക്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് രാത്രിയേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 7 മണിയെ കഴിയുമെന്ന് പറഞ്ഞു രാത്രി. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് മീനൊന്നും മേടിച്ചില്ല. ഞാനും കുഞ്ഞുങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മീനിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പാറെന്ന് വെച്ചാൽ ഉള്ളി സാമ്പാറാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സൈഷേട്ടൻ പറഞ്ഞ് മുട്ട മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളി സാമ്പാറും മുട്ടയും കൂടെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ആഹാരം കഴിക്കും. വൈകിട്ട് ഞാൻ കടയിൽ നിന്ന് കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വരാം നല്ല പ്ലാനിലാണ് പോയത്. എൻ്റെ ഉള്ളി സാമ്പാർ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സവാള ഇട്ടാണ് സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ. കുഞ്ഞുള്ളി ഇട്ട് അങ്ങനെ അധികം ഞാൻ വെക്കാറില്ല. അപ്പോൾ സവാള വഴറ്റിയിട്ട് കടുവറുത്ത് വഴറ്റിയിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് അത് പരിപ്പിൻ്റെ കൂടെ തട്ടിയിട്ട് നമ്മൾ കടുവറുത്താണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 കുഞ്ഞുങ്ങൾക്കും ഇഡ്ഡലി കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് സൈഷേട്ടൻ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും കാപ്പി കഴിച്ചു. ഇനി നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതി, വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പതുക്കെ കാപ്പിയൊക്കെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതേ സാമ്പാർ നമ്മൾ ലാസ്റ്റ് ഈ ഒരു കണ്ടീഷനാണ് കേട്ടോ, നല്ല കുറുകി വരും. അങ്ങനെ ഞാൻ കാപ്പി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ചോറ് വെക്കണം ഉച്ചക്കത്തേക്ക്. ചോറ് വെച്ചിട്ട് പിന്നെ ഞാൻ സാമ്പാറും മുട്ടയും മാത്രം ഇരുന്നിട്ട് കുഞ്ഞാൾക്ക് അപ്പം വേറെ എന്തെങ്കിലും തോരൻ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് പോയി മുരിങ്ങയില പറിച്ചു കേട്ടോ. മുരിങ്ങയില ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ എനിക്കും അബിക്കും മാത്രമായിട്ട് കുറച്ച് ഇല എടുത്ത് മുരിങ്ങയില പറിച്ചു. അതിന് ശേഷം ഒരു 2 മുട്ട എടുത്ത് ഓംലെറ്റ് അടിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഒരാൾ കാണിച്ചു വെച്ചിരുന്ന കോലം കണ്ടില്ലേ, കൈ നിറയെ കരിയായിട്ട് നിൽക്കുന്നു. ഭാഗ്യത്തിന് ജിത്തൂട്ടൻ മുഖത്തൊന്നും തേച്ചിട്ടില്ല. ജിത്തൂട്ടൻ എൻ്റെ അടുത്തിരിക്കുമായിരുന്നു. സ്ഥാനാർത്ഥികൾ കൈയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ കരിയായിട്ട്. പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി തേക്കാനൊക്കെ വന്നു കേട്ടോ. അത് ഭയങ്കര വികൃതിയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവനെ പോയി വൃത്തിയാക്കി എടുത്തു. കൈയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ അവനെ വെച്ചോണ്ടിരുന്ന് ചായ ഇടുവാണ് കേട്ടോ. കാരണം തറയിലെടുത്തിയാൽ ഇഴഞ്ഞഴിഞ്ഞ് എന്തോന്നും കുർത്തക്കേട് കാണിക്കും. അപ്പോൾ തന്നെ ഞാൻ ചായ ഇട്ടപ്പോഴത്തേക്ക് ഒരു 2 തേയില ഇട്ടതിന് ശേഷം രണ്ടാമത്തെ കരണ്ടി എടുത്തതും തട്ടി അങ്ങിട്ടു കേട്ടോ. ഗ്യാസിൻ്റെ പുറത്തൊക്കെ ആയി. അങ്ങനെ ഞാൻ കുറേ വഴക്ക് കൊടുത്തു. അപ്പം ഇരിക്കുന്ന മുഖമാണ് കേട്ടോ, ദേഷിച്ചിരിക്കുവാണ് ആള്. അങ്ങനെ നമുക്ക് ചായക്ക് ബിസ്ക്കറ്റായിരുന്നു. എന്നിട്ടും ജിത്തൂട്ടിനെ പിണക്കം മാറില്ല കേട്ടോ. ഞാൻ നല്ല വഴക്ക് കൊടുത്തു. അങ്ങനെ കയ്യിൽ നിന്ന് തേയില തട്ടിയിട്ടതിന് പിന്നീട് വന്ന് എൻ്റെ പുറത്ത് കിടന്ന് മറിയുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഉറക്കാനുള്ള പ്ലാനാണ്. ശേഷം രാത്രി ഒരു 7 മണിയായപ്പോൾ സൈഷേട്ടൻ വന്നു കേട്ടോ. അവിടുന്ന് നിറയെ ഫുഡൊക്കെ ആദ്യം വന്നു അതിനെ കൊണ്ടുവന്നു കേട്ടോ. കണ്ടൊക്കെ നിർബന്ധിച്ച് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അടപ്പായസം, പിന്നെ മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, രസം, സാമ്പാർ, പിന്നെ സോയാബീൻ തോരന്, അങ്ങനെ നിറയെ കറികൾ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ശേഷം അത് കൂടാതെ സൈഷേട്ടൻ ചിക്കൻ ഫ്രൈഡ് മേടിച്ചിട്ട് വന്നു കടയിൽ നിന്ന് കേട്ടോ. അപ്പോൾ നല്ല ലാവിഷായിട്ട് ഇന്നത്തെ ദിവസം രാത്രി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. താങ്ക് യു.